ഹലോ നമസ്കാരം. സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി BA സെക്കൻഡ് സെമ്മിൻ്റെ ഹിസ്റ്ററിയുടെ ക്ലാസ്സാണ് എടുക്കാൻ പോകുന്നത്. സെക്കൻഡ് സെം ഹിസ്റ്ററിയിലെ രണ്ടാമത്തെ ബ്ലോക്കിലെ രണ്ടാമത്തെ യൂണിറ്റാണ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളെൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ എഴുതി അറിയിക്കുക. ഒപ്പം പെയ്ഡ് നോട്ട്സ് ഉണ്ട്. നോട്ട്സ് ആവശ്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. വാട്സപ്പിൽ ബന്ധപ്പെട്ടാൽ BA ഹിസ്റ്ററി, BA സോഷ്യോളജി, BA മലയാളത്തിൻ്റെയൊക്കെ നോട്ട്സ് ഉണ്ട്, തയ്യാറാക്കുന്നുണ്ട്. ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ആ വിവരം ഒന്ന് വാട്സപ്പിൽ അറിയിക്കുക. പെയ്ഡ് നോട്ട്സാണ്, പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ വാട്സപ്പിൽ പറയും. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകാം. ഹിസ്റ്ററി സെക്കൻഡ് സെമ്മിലെ സെക്കൻഡ് ബ്ലോക്കിലെ സെക്കൻഡ് യൂണിറ്റ് വേദസാഹിത്യമാണ്, വേദിക് ലിറ്ററേച്ചർ. അപ്പോൾ ക്ലാസ്സിലേക്ക് പോവാണ്. വേദസാഹിത്യത്തിൽ ഋഗ്വേദം, സാമവേദം, യജുർവേദം, അഥർവവേദം എന്നിവയും മറ്റനേകം സാഹിത്യകൃതികളുമാണ് ഉൾപ്പെടുന്നത്. ആര്യന്മാരെക്കുറിച്ചുള്ള വിവരങ്ങളുടെ പ്രധാന ഉറവിടം വേദങ്ങളായിരുന്നു. ഇന്തോ യൂറോപ്യൻ ഭാഷാ കുടുംബത്തിലെ ഏറ്റവും പഴയ ഗ്രന്ഥമായിട്ടാണ് വേദങ്ങളെ കണക്കാക്കുന്നത്. വേദം എന്ന പദം അറിവിനെയാണ് സൂചിപ്പിക്കുന്നത്. പ്രചാരത്തിലുള്ള ഇന്ത്യൻ നിരീക്ഷണം അനുസരിച്ച്, അതായത് ഇന്ത്യയിലെ കാഴ്ചപ്പാടനുസരിച്ച് വേദങ്ങൾക്കൊരു ദൈവിക ഉറവിടവും ശാശ്വതത്വവും ഉണ്ട്. എന്നാൽ അത് നിലനിൽക്കുന്ന ഒന്നുമാണ് എന്നുള്ളൊരു ചിന്താഗതിയുണ്ട്. അപ്പോൾ ഇത് ഇന്ത്യയിലുള്ളൊരു വിശ്വാസമാണ് കേട്ടോ. അതുപോലെ മാക്സ് മുള്ളർ എന്ന ജർമ്മൻ ഓറിയൻ്റലിസ്റ്റ് വേദങ്ങളെ ഹൃദയത്തിൽ നിന്ന് പഠിച്ച ഒരു വിശുദ്ധ ഗ്രന്ഥമായിട്ടാണ് നിരീക്ഷിക്കുന്നത്. കൊളോണിയൽ ചരിത്രകാരനായ വിൻസെൻ്റ് സ്മിത്ത് വേദങ്ങൾ ഇന്തോ ആര്യന്മാരുടെ ഏറ്റവും പഴയ ഗ്രന്ഥമാണ് എന്നാണ് വാദിച്ചത്. വേദങ്ങൾ ഖുറാൻ പോലെയുള്ള വ്യക്തിഗത സാഹിത്യ സൃഷ്ടികളെയോ അല്ലെങ്കിൽ ത്രിപീഠക പറയുന്നത് ബുദ്ധഗ്രന്ഥമാണ്. ത്രിപീഠക, അതുപോലെ ബൈബിൾ എന്നിവ പോലുള്ള ഒരു പ്രത്യേക സമയത്ത് ക്രമീകരിച്ച പുസ്തകങ്ങളെയോ സൂചിപ്പിക്കുന്നില്ല എന്ന് ആര് പറയുന്നുണ്ട്? RC മജുംദാർ പറയുന്നുണ്ട്. അതിന് പകരം, അതായത് പ്രത്യേക കാലഘട്ടത്തിലുള്ളതല്ല, ഏതെങ്കിലും ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ളത് അങ്ങനെയല്ല. പകരം അതെന്താണ്? വേദങ്ങൾ അനേകം നൂറ്റാണ്ടുകളായിട്ട് വളർന്നു വന്നതും വാമൊഴിയായി തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടതുമായ ഒരു ബഹുജന സാഹിത്യമാണ് വേദം എന്നാണ് മജുംദാറുടെ വാദം. റോമില താപ്പർ പറയുന്നതനുസരിച്ച് വേദങ്ങൾ ആചാരങ്ങളുടെ മാനുവലുകളും ആചാരങ്ങളുടെ വ്യാഖ്യാനങ്ങളുമാണ്. BC 2ാം സഹസ്രാബ്ദത്തിൻ്റെ മധ്യം മുതൽ 1ാം സഹസ്രാബ്ദത്തിൻ്റെ മധ്യം വരെയുള്ള രചനകളുടെ ഒരു ശേഖരമാണ് വേദങ്ങൾ എന്നാണ് താപ്പർ പറയുന്നത്. അപ്പോൾ രണബീർ ചക്രവർത്തി വേദസംഹിതകൾ ഋഷിമാർ കേട്ട ദൈവിക വെളിപാടുകളാണ് എന്നാണ്. മഹർഷിമാർ കേട്ടിട്ടുള്ള ദൈവിക വെളിപാടുകളാണ്, അശരീരികളാണ് വേദങ്ങൾ എന്നാണ് പറയുന്നത്, ചരിത്രകാരനായ രണബീർ ചക്രവർത്തി പറയുന്നത്. അങ്ങനെ വേദങ്ങളെ അപുരുഷേയം എന്ന് വിളിക്കപ്പെട്ടു. എന്താ അപുരുഷേയം? പുരുഷനാൽ നിർമ്മിച്ചതല്ലാത്തത്. അപുരുഷേയം എന്ന് പറഞ്ഞാൽ പുരുഷനാൽ നിർമ്മിച്ചതല്ലാത്തത് എന്നാണ് അതിനെ വിശേഷിപ്പിച്ചത്. ഗീതങ്ങൾ മനപാഠമാക്കി തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ട വാമൊഴി സാഹിത്യ പാരമ്പര്യങ്ങളായിരുന്നു വേദങ്ങൾ. അത് ഗീതങ്ങൾ പഠിച്ചിട്ട് അത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് അങ്ങനെ തലമുറകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ടു പോകുന്ന ഒന്നാണ് വേദങ്ങൾ. ഋഗ്വേദ കാലഘട്ടം മുതൽ പിന്നീടുള്ള വേദകാലഘട്ടം വരെയുള്ള വൈദികരുടെ രാഷ്ട്രീയം, സാമൂഹികം, സമ്പദ് വ്യവസ്ഥ, അതുപോലെ സാംസ്കാരിക ജീവിതം, ഇതൊക്കെ ഇതിലൊക്കെ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളെക്കുറിച്ചുള്ള ഒരു ആശയം വേദസാഹിത്യ വിഷയങ്ങൾ നടങ്കം നൽകുന്നുണ്ട്. എങ്ങനെയൊക്കെയാണ് മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ ഓരോ വേദഗ്രന്ഥങ്ങളിലും വേദ പാരമ്പര്യത്തിൽ ഉൾപ്പെടുന്ന ഗ്രന്ഥങ്ങളൊക്കെയും നൽകുന്നുണ്ട്. മതപരമായ ജീവിതം, ആചാരങ്ങൾ, ദാർശനിക ചോദ്യങ്ങൾ, പ്രാർത്ഥനകൾ എന്നിവയും ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്, വേദസാഹിത്യ കൃതികളിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേച്ചർ ഓഫ് ക്രോണോളജിയാണ് ചോദിക്കട്ടെ പരീക്ഷയ്ക്ക്. അതായത് കാലഘടനയുടെ സ്വഭാവം, വേദഗ്രന്ഥങ്ങളുടെ കാലഘടനാ സ്വഭാവത്തെക്കുറിച്ച് കുറിപ്പെഴുതുക, അങ്ങനെയൊക്കെ ചെയ്യും. 5 മാർക്കിന് തന്നെ 5 ആണോ 4 ആണോ എന്ന് ക്വസ്റ്റ്യൻ പേപ്പർ, ഇപ്പോൾ നിലവിൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ മോഡലിൽ 4 കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഇപ്പം പുതിയ ക്വസ്റ്റ്യൻ പേപ്പറുകളിലൊക്കെ 4 പകരം 5 മാർക്കിന് ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ അതങ്ങനെ ചോദിക്കാൻ സാധ്യതയുള്ള ഒന്നാണ് നേച്ചർ ഓഫ് ക്രോണോളജി ഓഫ് വേദാസ്. നോക്കുക, വേദഗ്രന്ഥങ്ങളെ കാലഗണനാ ക്രമത്തിൽ 2 കാലഘട്ടങ്ങളായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. ആദ്യകാല വേദസാഹിത്യം, അത് BC 1500-നും 1000-നും ഇടയിലുള്ള കാലഘട്ടം. പിന്നെ രണ്ടാമത്തത് പിൽക്കാല വേദ സാഹിത്യമാണ്. അത് BC 1000 മുതൽ 600 വരെയുള്ള കാലഘട്ടത്തിനിടയിലുള്ള കാലഘട്ടമാണ്. ആദ്യകാല വേദഗ്രന്ഥത്തിൽ ഋഗ്വേദത്തിലെ മിക്ക ശ്ലോകങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ശേഷിക്കുന്ന വേദങ്ങളാണ് സാമവേദം, യജുർവേദം, അഥർവവേദം, ബ്രാഹ്മണങ്ങൾ, ഉപനിഷത്തുക്കൾ, ആരണ്യകങ്ങൾ, സ്മൃതി സാഹിത്യങ്ങൾ, ഇതൊക്കെ ഇതിലാണ് വരുന്നത്. പിൽക്കാല വേദ സാഹിത്യത്തിലാണ്
എന്നാണ് കണക്കാക്കപ്പെട്ടിട്ടുള്ളത്. സാഹിത്യത്തിൻ്റെ 2 ഘട്ടങ്ങൾ ആര്യവികാസത്തിൻ്റെ 2 വ്യത്യസ്ത ഘട്ടങ്ങളെ കാണിക്കുന്നുവെന്ന് DN ധ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. വേദ കോർപ്പസിൻ്റെ യഥാർത്ഥ തീയതിയെക്കുറിച്ചുള്ള ചോദ്യം ചരിത്രകാരന്മാർക്കിടയിൽ ഒരു എന്താ പറയുക വിവാദ വിഷയമാണ്. അതായത് നിശ്ചിത കാലയളവ് പറയുക എന്നുള്ളത് എന്താണ് ഒരു വിവാദം. ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളാണ്, ഓരോരുത്തർ അതിന് കാരണവും നിരത്തുന്നുമുണ്ട്. അങ്ങനെ ഓരോ അഭിപ്രായങ്ങളിലൂടെയാണ് അതിൻ്റെ കാലഗണന പോരുന്നത്. കൃത്യമായി കാലഗണന കാണിക്കുന്നത് എങ്കിലും പൊതുവെ അംഗീകരിച്ച ഒരു കാലഘട്ടമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അതുകൊണ്ട് ഒരു സമ്പൂർണ്ണ തീയതി കണ്ടെത്തുക ഏതിൻ്റെ കാര്യത്തിൽ സാധ്യമല്ല, വേദരചനയുടെ കാര്യത്തിൽ സാധ്യമല്ല. എങ്കിലും ചരിത്രകാരന്മാർ ഗ്രന്ഥങ്ങളുടെ ആപേക്ഷിക കാലഗണന മുന്നോട്ട് വെച്ചിട്ടുള്ളത്. റോമില താപ്പർ പറയുന്ന അനുസരിച്ച് വേദ കോർപ്പസിൻ്റെ ഭാഷ സംസ്കൃതത്തിൻ്റെ ഒരു പുരാതന രൂപമായിരുന്നു എന്ന്. അതുകൊണ്ട് ഈ ഗ്രന്ഥങ്ങളുടെ രചന ഇതിഹാസങ്ങൾക്കും പുരാണങ്ങൾക്കും മുമ്പാണ് എന്നാണ് അവർ സൂചിപ്പിക്കുന്നത്, താപ്പർ സൂചിപ്പിക്കുന്നത്. രണബീർ ചക്രവർത്തി പറയുന്ന അനുസരിച്ച് മാക്സ് മുള്ളർ കൈമാറിയ കാലഗണന ഏറ്റവും വൃത്തിയുള്ളതും ഏറ്റവും ചിട്ടയോട് കൂടിയതുമാണ്. അതായത് മാക്സ് മുള്ളറുടെ കാലഗണന തിരിവിനെയാണ്, നമ്മൾ നേരത്തെ പറഞ്ഞ കാലഗണനയാണ് കേട്ടോ. ഏത് ഋഗ്വേദ കാലഘട്ടം എന്ന് പറയുന്നത് 1500-1000 BC ഇടയിൽ, പിൽക്കാല വേദ കാലഘട്ടം എന്ന് പറയുന്നത് 1600 പറഞ്ഞില്ലേ, അതാണ് മുള്ളറുടെ കാലഘട്ടം. അതേ കാലഘട്ടത്തെ അതിനോട് യോജിക്കുകയാണ് രണബീർ ചക്രവർത്തി. 1200 BC മുതൽ 1000 BC വരെയുള്ള ഈ കാലഘട്ട അളവ് ഉപനിഷത്തുക്കളും ആരണ്യകങ്ങളും അതിൻ്റെ മറ്റൊരു കാലഘട്ടം, ഇങ്ങനെ 2ആയിട്ടാണ് അതിനെ തരംതിരിച്ചിട്ടുള്ളത്. പിന്നീടുള്ള 3 സംഹിതകളും അതുപോലെ ബ്രാഹ്മണങ്ങൾ 3 സംഹിതകൾ ബ്രാഹ്മണങ്ങളും 1000 മുതൽ 800 BC വരെയുള്ള കാലഘട്ടത്തിലാണെന്നാണ് പറയപ്പെടുന്നത്. ഇനി ശ്രുതി ലിറ്ററേച്ചറാണ്, ശ്രുതി സാഹിത്യത്തെക്കുറിച്ചാണ്. 2 മാർക്കിന് ചോദിക്കും കേട്ടോ. വേദങ്ങളെ എന്താണോ കേട്ടത് എന്നർത്ഥം വരുന്ന ശ്രുതിയായിട്ട് കണക്കാക്കി വേദസ്തുതികൾ തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട്. വില്യം ജോൺസ് ശ്രുതിയെ നിർവചിച്ചത് മുകളിൽ നിന്ന് കേട്ടത് എന്നാണ്. അതായത് എന്താണ്, മുൻ തലമുറയിൽ നിന്ന് കേട്ടതെന്തോ അതാണെന്ത് വേദം എന്നാണ്. അതാണ് ശ്രുതി ലിറ്ററേച്ചറിൽ. അതിൽ സംഹിതയുണ്ട്. ഇനി സംഹിതകൾ 4 വേദങ്ങളുടെ പുസ്തകങ്ങളെ പരാമർശിക്കുന്നതാണ്. ഇവയിൽ സ്തുതിഗീതങ്ങൾ, പ്രാർത്ഥനകൾ, ആകർഷണങ്ങൾ, പിന്നെ അതുപോലെ ത്യാഗസൂത്രവാക്യങ്ങൾ എന്നിവയാണ് അതിൽ ഉൾപ്പെടുന്നത്. ഇതിൽ സംഹിതകളിൽ 4 സംഹിതകൾ ഏതൊക്കെയാണ്? ഋഗ്വേദം, സാമവേദം, യജുർവേദം, അഥർവവേദം. ഇതാണ് 4 സംഹിതകൾ കേട്ടോ. അതിൻ്റെ കാലഘട്ടം BC 1500-നും 1000-നും ഇടയിലുള്ള കാലഘട്ടം. അതുതന്നെയാണ് ഇത് ഋഗ്വേദ കാലഘട്ടമായിട്ട് അതിനെ കണക്കാക്കുന്നത്. ഇനി ഋഗ്വേദിക്ക് സംഹിത, നമ്മളതിൽ ഓരോ സംഹിതകളെക്കുറിച്ച് 4 സംഹിതകൾ പറഞ്ഞില്ല, അതിൽ ഓരോന്നിനെക്കുറിച്ചാണ് പറയുന്നത് കേട്ടോ. ഋഗ്വേദ സംഹിത. ഋഗ്വേദ സാഹിത്യം 1028 സൂക്തങ്ങൾ അല്ലെങ്കിൽ ഗീതങ്ങളുടെ 10 മണ്ഡലങ്ങളായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. അതിനെ കുടുംബ പുസ്തകം അല്ലെങ്കിൽ ഫാമിലി ബുക്ക് എന്നാണ് ഋഗ്വേദത്തിലെ ആദ്യ ശ്ലോകങ്ങളെ കണക്കാക്കുന്നത്. കിഴക്കൻ അഫ്ഗാനിസ്ഥാനിലും പഞ്ചാബിലുമാണ് ഋഗ്വേദത്തിൻ്റെ കുടുംബ പുസ്തകം രചിക്കപ്പെട്ടത്. ഋഗ്വേദ സംഹിതയിലെ ഏറ്റവും പഴയ കുടുംബ പുസ്തകം 2 മുതൽ 7 വരെയുള്ള പുസ്തകങ്ങളാണെന്നാണ് വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുള്ളത്. ഋഗ്വേദത്തിൽ നിലനിൽക്കുന്ന ഒരേയൊരു പുനരാഖ്യാനമാണ് ഏത് ശകല ശാഖ അല്ലെങ്കിൽ റിസഷൻ എന്ന് പറയുന്നത്. ഋഗ്വേദ സംഹിതയിലെ വിവിധ ദേവതകളെ അഭിസംബോധന ചെയ്യുന്ന ശ്ലോകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. വൈദിക സാഹിത്യത്തിലെ ആദ്യകാല കൃതിയാണ് ഋഗ്വേദ സംഹിത. ഒരു ജർമ്മൻ അമേരിക്കൻ ഭാഷാശാസ്ത്രജ്ഞനായ മൈക്കൽ വിറ്റ്സൽ 2-7 അതായത് 2 മുതൽ 7 വരെയുള്ള കുടുംബ പുസ്തകങ്ങളിലെ ഉള്ളടക്കങ്ങൾ ഓരോ ശ്ലോകത്തിൻ്റെയും ഈരടികൾ കുറഞ്ഞു വരുന്നതിനനുസരിച്ച് ഇങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട്, ക്രമീകരിച്ചിട്ടുണ്ട്. അതായത് ശ്ലോകങ്ങളുടെ വരികളുടെ എണ്ണം കുറഞ്ഞു വരുന്നതിനനുസരിച്ച് ഇങ്ങനെ ക്രമീകരിച്ചിട്ടുണ്ട് എന്ന് അഭിപ്രായപ്പെടുന്നുണ്ട്. 8ാം പുസ്തകത്തിലെ ശ്ലോകങ്ങൾ കണ്വ കുടുംബത്തിനും കണ്വ മഹർഷിയുടെ അവരുടെ ആ കുടുംബത്തിനും പിന്നെ ആർക്കുമാണ് അങ്കിരസ് കുടുംബത്തിന് വേണ്ടിയിട്ടാണ് സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത്. കണ്ണ കുടുംബത്തിനും അങ്കിരസ് എന്ന് പറയുമ്പോൾ ഒരു ഗോത്രമാണ് കേട്ടോ, അതിന് വേണ്ടിയിട്ടുമാണ് സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത്. 9ാമത്തെ മണ്ഡലം സോമമണ്ഡലം, അത് സോമയ്ക്ക് സമർപ്പിച്ചു. ആദ്യത്തേതും 10ാമത്തേതുമായ മണ്ഡലങ്ങൾ പിന്നീടുള്ള കൂട്ടിച്ചേർക്കലുകളായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ജർമ്മൻ ഇൻഡോളജിസ്റ്റായ ഹെർമൻ ഓൾഡർ ബർഗിൻ്റെ അഭിപ്രായത്തിൽ 10ാമത്തെ മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ സ്തുതിഗീതങ്ങളാണുള്ളത്. മറ്റ് മണ്ഡലങ്ങളെ അപേക്ഷിച്ച് 10ാമത്തെ മണ്ഡലം സ്തുതിഗീതങ്ങളുടെ ക്രമീകരണത്തെ വ്യക്തമായി ലംഘിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ 10ാം മണ്ഡലം ഋഗ്വേദത്തിൻ്റെ ഒരു കൂട്ടിച്ചേർക്കലായിട്ടാണ് കണക്കാക്കുന്നത്. മൈക്കൽ വിറ്റ്സൻ്റെ അഭിപ്രായത്തിൽ 10ാം മണ്ഡലം ഋഗ്വേദത്തിൻ്റെ മഹത്തായ അനുബന്ധം ആയിട്ടാണ് കണക്കാക്കുന്നത്. ഇനി 2ാമത്തെ വേദമാണ് സാമവേദം, സാമസംഹിത. സമവേദ സംഹിത.
സാമവേദ സംഹിതയിൽ 1810 ശ്ലോകങ്ങളാണുള്ളത്. മന്ത്രങ്ങളുടെ പുസ്തകം എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ബ്രാഹ്മണരിലെ ഒരു പ്രത്യേക വിഭാഗം സോമയാഗവേളയിൽ ഈ സ്തുതിഗീതങ്ങൾ ആലപിച്ചു. സംഗീതത്തെക്കുറിച്ചുള്ള ആദ്യകാല ഇന്ത്യൻ ഗ്രന്ഥമായിട്ട് സാമവേദം കണക്കാക്കപ്പെടുന്നുണ്ട്. വൺ വേർഡ് ചോദിക്കും കേട്ടോ. സംഗീതത്തെക്കുറിച്ചുള്ള ഇന്ത്യയിലെ ആദ്യകാല ഗ്രന്ഥം ഏതാണ്? സാമവേദമാണ്. കൗതുമ, രണയിന, ജൈമിനിയ എന്നിവയാണ് സാമവേദത്തിൻ്റെ പുനരാഖ്യാനങ്ങൾ. ഇനി യജുർവേദ സംഹിത. യജുർവേദ സംഹിതയെക്കുറിച്ച്. യജുർവേദ സംഹിതയെ ത്യാഗപ്രാർത്ഥനകളുടെ പുസ്തകം എന്നാണ് കണക്കാക്കുന്നത്. ത്യാഗം പോലുള്ള ആചാരങ്ങളുമായി ബന്ധപ്പെട്ട സ്തുതിഗീതങ്ങൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ യജുർവേദ സംഹിതയിൽ യജുർവേദത്തെ 2 പുനരവലോകനങ്ങളായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. പുനരവലോകനങ്ങൾ എന്ന് പറഞ്ഞാൽ ശാഖകളായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. ശുക്ല അഥവാ വെളുത്ത ചിന്താധാര, കൃഷ്ണ അഥവാ കറുത്ത ചിന്താധാര എന്നിവയാണ് അത്. വൈറ്റ് സ്കൂൾ, ബ്ലാക്ക് സ്കൂൾ എന്നറിയപ്പെടും കേട്ടോ. വൈറ്റ് സ്കൂൾ ഓഫ് യജുർവേദത്തിൽ സ്തുതികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കറുത്ത സ്കൂളിൽ അല്ലെങ്കിൽ കൃഷ്ണ പറയുന്ന ഭാഗത്തിൽ, ശാഖയിൽ വ്യാഖ്യാനങ്ങളോടൊപ്പം സ്തുതികളുമുള്ള ഒരു രീതിയിലാണത് രചിക്കപ്പെട്ടിട്ടുള്ളത്. ഇനി അഥർവവേദ സംഹിത. അഥർവവേദ സംഹിതയെക്കുറിച്ച്. അഥർവവേദ സംഹിത യഥാർത്ഥത്തിൽ വേദസംഹിതകളിൽ ഉൾപ്പെട്ടിരുന്നില്ല. അഥർവൻ, അങ്കിരസം എന്നിങ്ങനെ 2 ഭാഗങ്ങളുള്ളതുകൊണ്ട് അഥർവവേദത്തെ യഥാർത്ഥത്തിൽ അഥർവാങ്കിരസം എന്നാണ് വിളിച്ചിരുന്നത്. അപ്പോൾ അതിൻ്റെ യഥാർത്ഥ പേര് ചോദിച്ചാൽ എന്താണ്? അഥർവവേദത്തിൻ്റെ യഥാർത്ഥ പേര് ചോദിച്ചാൽ എന്താണ്? അഥർവാങ്കിരസം ആണ് കേട്ടോ. ഏറ്റവും പുതിയ വേദമായി കണക്കാക്കുന്നത് ഋഗ്വേദത്തിലെ ശ്ലോകങ്ങൾ ഉൾക്കൊള്ളുന്ന ഭാഗത്തെയാണ്. ഇത് മാന്ത്രികതയുടെ ഒരു പാഠമായിട്ടാണ് കണക്കാക്കുന്നത്. അഥർവവേദ സംഹിതയിൽ കൂടുതലും മന്ത്രങ്ങൾ, മാജിക് എന്നിവ പോലുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ഇക്കാരണത്താൽ ഈ സംഹിത വളരെ കാലം വൈദിക സാഹിത്യത്തിൽ നിന്ന് വേറിട്ട് നിർത്തിയിരുന്നു, അല്ലെങ്കിൽ അതിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. ഇതിനെ അഥർവവേദത്തെ. ഇനി ബ്രാഹ്മണങ്ങളെക്കുറിച്ചാണ്. ബ്രാഹ്മണാസ്. വൈദിക സാഹിത്യങ്ങൾക്ക് പ്രധാനമായും ആചാരാനുഷ്ഠാനങ്ങൾക്കുള്ള വിശദീകരണങ്ങൾ കൊടുക്കുന്നവയാണ് ബ്രാഹ്മണങ്ങൾ എന്ന് പറയുന്നത്. ഓരോ യാഗത്തിൻ്റെയും അർത്ഥവും ഓരോ യാഗം നടത്തുന്ന രീതിയും അതിൽ വിശദീകരിച്ചിരുന്നു. ഇവ പ്രധാനമായിട്ടും ഗദ്യത്തിലാണ്. മറ്റേതൊക്കെ ശ്ലോകരൂപത്തിലാണെങ്കിൽ ബ്രാഹ്മണങ്ങൾ ഗദ്യരൂപത്തിലാണ് രചിക്കപ്പെട്ടിട്ടുള്ളത്. ബ്രാഹ്മണങ്ങളെ പിൽക്കാല വേദരചനകളുടെ വിഭാഗത്തിലാണ്. പിൽക്കാല 2 കാലങ്ങളായിട്ടില്ലേ? ആദ്യകാല വേദം, പിൽക്കാല വേദം. ആദ്യകാലം എന്ന് പറഞ്ഞാൽ ഋഗ്വേദ കാലഘട്ടം. പിൽക്കാലം എന്ന് പറഞ്ഞാൽ ബാക്കി എല്ലാ വേദങ്ങളും, ബാക്കി ബ്രാഹ്മണങ്ങളും ഉപനിഷത്തുക്കളും പുരാണങ്ങളും എല്ലാം ഉൾപ്പെടുന്നതാണ്. ഇതിഹാസങ്ങളൊക്കെ ഉൾപ്പെടുന്നതാണ് പിൽക്കാല വേദത്തിലാണ് ബ്രാഹ്മണങ്ങളെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. BC 1-ാം സഹസ്രാബ്ദത്തോടടുത്ത് ബ്രാഹ്മണങ്ങളുടെ ഘടനയെക്കുറിച്ച് ചരിത്രകാരന്മാർ കണക്കാക്കുന്നുണ്ട്. അതായത് അങ്ങനെയാണ് അതിൻ്റെ ഘടന തുടങ്ങുന്നത്. ബ്രാഹ്മണങ്ങളെ വേദങ്ങളിൽ നിന്ന് പിന്നീട് ബ്രാഹ്മണ സാമൂഹിക ക്രമത്തിലേക്കുള്ള പരിവർത്തനമായിട്ടാണ് കണക്കാക്കുന്നത്. VD മഹാജൻ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. വേദങ്ങളിലെ ശ്ലോകങ്ങളുടെ വ്യാഖ്യാനമായിട്ടാണ് അദ്ദേഹം ബ്രാഹ്മണങ്ങളെ നിർവചിക്കുന്നത്. ഉപീന്ദർ സിംഗിൻ്റെ അഭിപ്രായത്തിൽ ബ്രാഹ്മണങ്ങൾ സംഹിത വിഭാഗത്തിൻ്റെ ഗദ്യ വിശദീകരണങ്ങളാണ്. കൂടാതെ ആചാരങ്ങളെയും അവയുടെ ഫലങ്ങളെയും കുറിച്ച് വിശദമായ വിശദീകരണം ബ്രാഹ്മണങ്ങൾ നൽകുന്നുണ്ട് എന്നും ആര് പറയുന്നു? ഉപീന്ദർ സിംഗ് പറയുന്നു. ഓരോ വേദസംഹിതയ്ക്കും അതിൻ്റേതായ ബ്രാഹ്മണങ്ങളുണ്ട്. 4 വേദസംഹിതകളുണ്ടല്ലോ, അതിന് ഓരോന്നിനും എന്തുണ്ട്? അതിൻ്റേതായ ബ്രാഹ്മണങ്ങളുണ്ട്. ഋഗ്വേദത്തിലെ ബ്രാഹ്മണങ്ങൾ കൗഹിതകി ബ്രാഹ്മണവും ഐത്രേയ ബ്രാഹ്മണവുമാണ്. ഋഗ്വേദത്തിലെ ബ്രാഹ്മണങ്ങൾ ഏതൊക്കെയാണ്? കൗഹിതകി ബ്രാഹ്മണവും ഐത്രേയ ബ്രാഹ്മണവുമാണ്. ഋഗ്വേദത്തിലെ ബ്രാഹ്മണ പുരോഹിതൻ ഹോത്രിയുടെ പ്രാധാന്യമാണ് വിശദീകരിക്കുന്നത്. 3 ബ്രാഹ്മണങ്ങൾ സാമവേദവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. താണ്ഡ്യ മഹാബ്രാഹ്മണ, സദ്ദിംസ ബ്രാഹ്മണ, ജൈമിനീയ ബ്രാഹ്മണം എന്നിവയാണ് ആ 3 സാമവേദ ബ്രാഹ്മണവും പുരോഹിതൻ ഉത്കൃതിയുടെ ചുമതലകളാണ്. ഉദ്ഗാത്രി കേട്ടോ. പുരോഹിതൻ ഉദ്ഗാത്രിയുടെ ചുമതലകളെയാണ് കൈകാര്യം ചെയ്യുക. 1 വേർഡ് വരും, അതിനാണ് അവർക്ക് പറയുന്നത്. കാരണം പഠിക്കാനൊന്നും കഴിയില്ല. ശബദസ് ബ്രാഹ്മണം അതുപോലെ വെളുത്ത യജുർവേദത്തെയാണ് പിന്തുടർന്നു പോന്നിരുന്നത്. ശതപഥ ബ്രാഹ്മണത്തിലെ കുരുപാഞ്ചാലം പ്രദേശം മുതൽ വിദേഹം വരെയുള്ള സാംസ്കാരിക പുരോഗതിയെയാണ് പരാമർശിക്കുന്നത്. സ്ഥലങ്ങളാണ് കേട്ടോ. കുരു, പാഞ്ചാലം, വിദേഹി, മഗധ പഠിക്കുന്നിടത്ത് അത് വരും. മഗധയെക്കുറിച്ച് പഠിക്കുന്നിടത്ത് അടുത്തൊരു ബ്ലോക്കിലൊക്കെ വരുന്നുണ്ട്, അവിടെ പറയാം. അഥർവവേദം പൂജാരിമാർ നടത്തുന്ന യാഗങ്ങളും ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ ഗോപത ബ്രാഹ്മണം അഥർവ വേദവുമായിട്ട് ബന്ധപ്പെട്ട ഒന്നാണ്. ഇനി ഉപനിഷത്തുക്കളെ ആരണ്യകങ്ങളെയും കുറിച്ചാണ്. ഉപനിഷത്ത് ആൻഡ് ആരണ്യകാസ്. ഉപനിഷത്തുകളും ആരണ്യങ്ങളും BC 800-നും 600-നും ഇടയിലുള്ള കാലഘട്ടത്തിൽ രചിക്കപ്പെട്ടവയാണെന്നാണ് കണക്കാക്കുന്നത്. ഉപനിഷത്തുകളും ആരണ്യങ്ങളും തത്വചിന്താപരമായ വ്യവഹാരങ്ങളാണ്. ഉപനിഷത്ത് അർത്ഥമാക്കുന്നത് അടുത്തിരുത്തൽ എന്നാണ്.
അതിനർത്ഥം സൃഷ്ടാവും സൃഷ്ടിക്കപ്പെട്ടവനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള രഹസ്യമായ സിദ്ധാന്തത്തിലെ രഹസ്യാത്മക ആശയവിനിമയത്തിനായി ഗുരുവിന് സമീപം ദീക്ഷിതനായ ശിഷ്യൻ്റെ ഇരിക്കൽ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉപനിഷത്തുക്കൾ ആത്മൻ അഥവാ സ്വയം, ബ്രഹ്മം അഥവാ സാർവത്രിക സത്ത എന്നിവയുമായുള്ള ഐക്യവും സ്വത്വവും സങ്കല്പിക്കാനാണ് ശ്രമിക്കുന്നത്. ത്വം അസി എന്നാണ്, അതായത് ആ സിദ്ധാന്തം പ്രകടിപ്പിക്കുക. അതായത് ത്യാഗം, ശരീരം, പ്രപഞ്ചം എന്നിവയെക്കുറിച്ചുള്ള ദാർശനിക ആശയങ്ങളാണ് ഉപനിഷത്തുക്കളിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഉപനിഷത്തുക്കളിലെ പല ചിത്രകഥകളും ആത്മാവും ബ്രഹ്മാവും തമ്മിലുള്ള ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത്. കഥാപനിഷത്തിൽ പറയുന്ന നചികേതൻ്റെ കഥ ഇതിനൊരു ഉദാഹരണമാണ്. 108 ഉപനിഷത്തുക്കളുണ്ട്. അതുപോലെ ബൃഹദ്ധര അദ്യക ഉപനിഷത്ത്, ചന്ദ്രോഖ്യ ഉപനിഷത്ത്, പിന്നെ അതുപോലെ തൈത്തിരീയ ഉപനിഷത്ത്, ഐതരേയ ഉപനിഷത്ത്, കേന ഉപനിഷത്ത്, കൗശിതകി ഉപനിഷത്ത് എന്നിവയാണ് ചില പ്രധാനപ്പെട്ട ഉപനിഷത്തുകൾ. അപ്പോൾ വൺ വേർഡ് ചോദിക്കുന്നതിന് അല്ലെങ്കിൽ ഉപനിഷത്തുക്കളെ കുറിച്ച് മാത്രം ചോദിക്കുന്നതിലൊന്ന് ചേർത്ത് എഴുതാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. ഉപനിഷത്തുക്കൾ സ്ഥിരതയാർന്ന തത്വചിന്തയുടെ ഒരു ചിത്രമാണ് നമുക്ക് കാണിച്ചു തരുന്നത്. മറിച്ച് തത്വചിന്തയും മതവും അറിയാവുന്ന വിവിധ ഗുരുക്കന്മാരുടെ അഭിപ്രായങ്ങളും പാഠങ്ങളും അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. അരണ്യകങ്ങൾ കാട്ടിലെ ഋഷിമാരുടെ ദാർശനിക ഊഹാപോഹങ്ങളാണ്. അരണ്യകങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? കാട്ടിലെ ഋഷിമാരുടെ ദാർശനിക ഊഹാപോഹങ്ങളാണ്. അതുകൊണ്ട് അരണ്യകങ്ങളെ വനപുസ്തകങ്ങൾ എന്നും വിളിക്കാറുണ്ട്. ഈ ബ്രാഹ്മണങ്ങളുടെ സമാപന ഭാഗവും എന്താണ്? വനത്തിലെ കാര്യങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ തന്നെ. അപ്പോൾ ഇത് പ്രത്യേകമായിട്ട് മിസ്റ്റിസിസവും തത്വചിന്തയും കൈകാര്യം ചെയ്യുന്ന ഒന്നാണ്. അല്ലാതെ ആചാരങ്ങളെയല്ല ഏത് സൂചിപ്പിക്കുന്നത്? അരണ്യകങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇനി സ്മൃതി ലിറ്ററേച്ചറാണ്. വേദാംഗസും പുരാണസും എപ്പിക്സും അതുപോലെ മതേതര സെക്യുലർ ലിറ്ററേച്ചറൊക്കെയാണ് അതിൽ വരുന്നത്. അല്ല, ശ്രുതി സാഹിത്യത്തോടൊപ്പം ഓർമ്മിച്ചു എന്നർത്ഥം വരുന്ന മറ്റൊരു കൂട്ടം സാഹിത്യം കൂടിയുണ്ട്. അത് സ്മൃതി സാഹിത്യം എന്നാണ് അറിയപ്പെടുന്നത്. വില്യം ജോൺസിൻ്റെ അഭിപ്രായത്തിൽ സ്മൃതി എന്നത് ആദ്യം മുതൽ ഓർത്തുവെച്ചത് എന്നാണ്. ഈ ഗ്രന്ഥങ്ങൾ തലമുറയിലൂടെ വാമൊഴിയായിട്ട് കൈമാറ്റം ചെയ്യപ്പെടുകയും ഓർമ്മിച്ചെടുക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ പരാമർശിക്കുന്നത്. ഈ സാഹിത്യത്തെ പിൽക്കാല വൈദിക സാഹിത്യത്തിലാണ് തരംതിരിച്ചിട്ടുള്ളത്. സ്മൃതി സാഹിത്യത്തിലെ വേദങ്ങൾ, പുരാണങ്ങൾ, ഇതിഹാസങ്ങൾ, മതേതര സാഹിത്യം എന്നിവയാണ് സ്മൃതി സാഹിത്യത്തിൽ ഉൾപ്പെടുന്നത്. പഠന സൗകര്യത്തിന് വേണ്ടി വൈദിക സാഹിത്യം, സാഹിത്യ സംഹിത, ബ്രാഹ്മണങ്ങൾ, ഉപനിഷത്തുക്കൾ, ആരണ്യകങ്ങൾ, സ്മൃതി സാഹിത്യങ്ങൾ എന്നിങ്ങനെ അതിനെ തരംതിരിച്ചിട്ടുണ്ട്. ഇനി വേദാംഗങ്ങൾ നോക്കാം. വേദാംഗങ്ങളെ വേദത്തിൻ്റെ അവയവങ്ങൾ എന്ന് വിളിക്കാറുണ്ട്. ഈ ഗ്രന്ഥങ്ങൾ പാരായണത്തിനും വേദങ്ങൾ ഉപയോഗിക്കുന്നതും അത് മനസ്സിലാക്കുന്നതിനും സഹായിക്കുന്നതാണ്. ഏത്? വേദാംഗങ്ങൾ. 6 പ്രധാന വേദാംഗങ്ങളുണ്ട്. അതിൽ ശിക്ഷ, ഉച്ചാരണം, അതുപോലെ കൽപ്പ അല്ലെങ്കിൽ ആചാരം, പിന്നെ വ്യാകരണം, പിന്നെ നിരുക്തം എന്ന് പറഞ്ഞാൽ വ്യുൽപ്പത്തി, പിന്നെ ഛന്ദസ് അഥവാ മീറ്റർ, ജ്യോതിഷ അഥവാ ജ്യോതിശാസ്ത്രം എന്നിവയാണ് പ്രധാനമായ 6 ഇതിൽ വരുന്നത്, വേദാംഗങ്ങളിൽ വരുന്നത് കേട്ടോ. BC 5-ാം നൂറ്റാണ്ട് മുതൽ BC 2-ാം നൂറ്റാണ്ട് വരെയാണ് ഈ ഗ്രന്ഥങ്ങളുടെ കാലഘട്ടം അഥവാ പോസ്റ്റ് വേദിക് ഘട്ടം എന്ന് അറിയപ്പെടുന്നത്. കൽപ്പസൂത്ര എന്നറിയപ്പെടുന്ന ഗ്രന്ഥങ്ങളുടെ ഒരു വലിയ ശേഖരവും വേദാംഗങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. കൽപ്പസൂത്രങ്ങളിൽ ആചാരാനുഷ്ഠാനങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ ആണ് അടങ്ങിയിരിക്കുന്നത്. കൽപ്പസൂത്രത്തെ 4 ഉപവിഭാഗങ്ങളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. സൂത്രം, ഗൃഹ്യസൂത്രം, ധർമ്മസൂത്രം, സുൽവസൂത്രം എന്നിവയാണ് അതിൽ പ്രധാനമായ 4 എണ്ണം. ഇതിൽ ശ്രൗത സൂത്രവും ഗൃഹ്യസൂത്രവും BC 600-300 BCക്ക് ഇടയിൽ ഉള്ള കാലഘട്ടത്തിലാണെന്നാണ്, അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നാണ് പറയപ്പെടുന്നത്. അശ്വമേധം, രാജസൂയം തുടങ്ങിയ വൈദിക യാഗങ്ങളെക്കുറിച്ചാണ് ശൗത്രസൂത്രം പ്രതിപാദിക്കുന്നത്. ഗാർഹിക ആചാരങ്ങൾക്കുള്ള മാനദണ്ഡങ്ങളാണ് ഗൃഹ്യസൂത്രത്തിൽ അടങ്ങിയിരിക്കുന്നത്. ബലിപീഠങ്ങളുടെ നിർമ്മാണത്തിനുള്ള ജാമിതീയ തത്വങ്ങളാണ് ഇതിൽ വരുന്നത് സുൽവസൂത്രത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇത്തരം സാഹിത്യങ്ങളെ സാമൂഹികവും ആചാരപരവുമായ ബാധ്യതകളെക്കുറിച്ചുള്ള മാനദണ്ഡ ഗ്രന്ഥങ്ങളായിട്ടാണ് താപ്പർ മനസ്സിലാക്കുന്നത്, റോമില താപ്പർ മനസ്സിലാക്കുന്നത്. രചിക്കപ്പെട്ട ശ്ലോകങ്ങൾ മനഃപ്പാഠമാക്കി വാമൊഴിയായിട്ട് കൈമാറ്റം ചെയ്യപ്പെട്ടു പോവുക തന്നെയാണ് അതിലും ചെയ്തിരുന്നത്. ഇനി മതേതര സാഹിത്യത്തെക്കുറിച്ചാണ്. മതേതര സാഹിത്യത്തിലെ ധർമ്മസൂത്രങ്ങൾ, സ്മൃതി എന്നീ നിയമപുസ്തകങ്ങൾ മതേതര സാഹിത്യത്തിൽ ഉൾപ്പെടുന്നവയാണ്. ഇതൊക്കെയാണ് ധർമ്മസൂത്രങ്ങൾ. മതേതര സാഹിത്യത്തിൽ ധർമ്മസൂത്രങ്ങൾ, സ്മൃതി എന്ന നിയമപുസ്തകമാണ് ഉൾപ്പെടുന്നത്. ധർമ്മസൂത്രങ്ങളുടെയും സ്മൃതികളുടെയും വ്യാഖ്യാനങ്ങളെ ധർമ്മശാസ്ത്രങ്ങൾ എന്നാണ് വിളിക്കുന്നത്.
RS ശർമ്മയുടെ അഭിപ്രായത്തിൽ ധർമ്മസൂത്രങ്ങൾ സമാഹരിച്ചത് BC 500-നും 200-നും ഇടയിലുള്ള കാലഘട്ടത്തിലാണ്. അതേസമയം സ്മൃതി സാഹിത്യം ക്രോഡീകരിക്കപ്പെട്ടത് ക്രിസ്ത്യൻ കാലഘട്ടത്തിൻ്റെ ആദ്യ 6 നൂറ്റാണ്ടുകളിലാണ്. ഈ ഗ്രന്ഥങ്ങൾ വിവിധ കാലഘട്ടത്തിൻ്റെ വിവിധ വർണ്ണങ്ങളെ നിർവചിക്കേണ്ട ചുമതലകളെക്കുറിച്ചാണ് ഇതിൽ പരാമർശിക്കുന്നത്. അതായത് ഓരോ വർണ്ണങ്ങൾക്കും ഓരോ ചുമതലയുണ്ടല്ലോ, ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര, അതിനെക്കുറിച്ചാണ് ഇതിൽ പ്രധാനമായിട്ടും പ്രതിപാദിക്കുന്നത്. അതായത് അവരുടെ വിവാഹങ്ങൾ, അവരുടെ സ്വത്ത് സംബന്ധിച്ച നിയമങ്ങൾ, മോഷണം അപ്പം അതിനെന്ത് ശിക്ഷ കൊടുക്കണം, അക്രമം അതിനെന്തൊക്കെയാണ് ശിക്ഷ കൊടുക്കേണ്ടത്, കൊലപാതകം തുടങ്ങിയ പല വിഷയങ്ങളും അതിൽ പ്രതിപാദിക്കുന്നുണ്ട്. മാനവധർമ്മശാസ്ത്രം, വിഷ്ണു ധർമ്മശാസ്ത്രം, മനുസ്മൃതി, പിന്നെ യാജ്ഞവൽക്യ സ്മൃതി, നാരദ സ്മൃതി, വിഷ്ണു സ്മൃതി എന്നിവ ചില പ്രധാന ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളാണ്. ഉദാഹരണം ചോദിക്കുകയാണെങ്കിൽ നമുക്കങ്ങനെ എഴുതി കൊടുക്കും. ഇനി എപ്പിക്കാണ്. ഇത് ഇതിഹാസങ്ങളെക്കുറിച്ചാണ്. 2 ഇതിഹാസങ്ങളാണ്. ഇതൊക്കെയാണ് രാമായണവും മഹാഭാരതവുമാണ് 2 ഇതിഹാസങ്ങൾ. നായകന്മാരുടെ സമൂഹത്തിൻ്റെ ആഖ്യാനമാണ് രാമായണം, മഹാഭാരതം തുടങ്ങിയ ഇതിഹാസ സാഹിത്യങ്ങൾ. പുരാണ സാഹിത്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിഹാസങ്ങളിൽ ഭൂതകാലത്തിൻ്റെ ചില വിശദീകരണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. താപ്പറിനെ പോലുള്ള ചരിത്രകാർ പറയുന്ന അനുസരിച്ച് ഇതിഹാസങ്ങൾ ചരിത്രത്തിൻ്റെ ഭാഗമല്ലാന്ന്, പിന്നെയോ അത് ഭൂതകാലത്തിലേക്ക് വെളിച്ചം വീശുന്നതിനുള്ള ഒരു മാർഗമാണ് എന്നാണ് അവർ കാണുന്നത്. മഹാഭാരതം, രാമായണം എന്നീ 2 ഇതിഹാസങ്ങളും സാഹിത്യത്തിലെ ഇതിഹാസം, സ്മൃതി എന്നീ വിഭാഗങ്ങളിൽ തന്നെയാണ് ഉൾപ്പെടുന്നത്. ചരിത്രകാരന്മാർ പറയുന്നത് മഹാഭാരത കാലഘട്ടം എന്ന് പറയുന്നത് BC 400-നും CE 400-നും അതായത് AD 400-നും ഇടയിലുള്ള കാലഘട്ടമാണ്. എന്നാൽ രാമായണ കാലഘട്ടം എന്ന് പറയുന്നത് BC 500-നും CE 3-ാം നൂറ്റാണ്ടിനും ഇടയിലുള്ള കാലഘട്ടമാണ്. ഇതിഹാസങ്ങളുടെ പ്രത്യേകത ഇത് ജനങ്ങളുടെ സാമൂഹിക രാഷ്ട്രീയ അവസ്ഥയിലേക്ക് വെളിച്ചം വീശും. തുടക്കത്തിൽ മഹാഭാരതത്തിൽ ജയസംഹിത എന്ന പേരിൽ 8800 ശ്ലോകങ്ങളാണ് ഉണ്ടായിരുന്നത്. അത് വിജയവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ശേഖരമായിരുന്നു. പിന്നീട് ശ്ലോകങ്ങൾ 24,000 വർദ്ധിപ്പിക്കുകയും ഭരത എന്നതിനെ വിളിക്കപ്പെടുകയും ചെയ്തു. ആദ്യകാല ഗോത്രങ്ങളിൽ ഒന്നിൻ്റെ പേരിലാണത് ഭരത എന്ന പേരിൽ അറിയപ്പെടാൻ കാരണം അതാണ്. തുടർന്ന് മഹാഭാരതം അല്ലെങ്കിൽ ശതസഹസ്രി സംഹിത എന്നാണ് മഹാഭാരതത്തിന് മറ്റൊരു പേര്. ശതസഹസ്രി സംഹിത എന്ന പേരിൽ 1,00,000 ശ്ലോകങ്ങളാൽ വാക്യങ്ങൾ ചേർത്തുകൊണ്ടത് ഒന്നുകൂടി സമ്പുഷ്ടമാക്കി. ഉപദേശപരവും വിവരണപരവും ആഖ്യാനപരവുമാണ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് അടങ്ങുന്നത്. അങ്ങനെയുള്ള ഒരു ഉപദേശപരവും വിവരണപരവും ആഖ്യാനപരവുമായ സാമഗ്രികൾ അടങ്ങുന്ന 18 പർവ്വങ്ങളാണ് ഇതിലുള്ളത്, മഹാഭാരതത്തിലുള്ളത്. കൗരവരും പാണ്ഡവരും തമ്മിലുള്ള യുദ്ധങ്ങളാണ് ഈ ഗ്രന്ഥം പ്രധാനമായിട്ടും വിവരിക്കുന്നത്. അത് പിൽക്കാല വേദഘട്ടത്തിലാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇത് മഹാഭാരതം. ഇനി രാമായണം എടുത്താലോ, രാമായണത്തിൽ 24,000 ശ്ലോകങ്ങളും 7 കാണ്ഡങ്ങൾ, കാണ്ഡം എന്ന് പറഞ്ഞാൽ പുസ്തകം, 7 പുസ്തകങ്ങളുമാണ് ഉണ്ടായിരുന്നത്. ആദ്യത്തെ കാണ്ഡവും അതിൻ്റെ പേര് ബാലകാണ്ഡം എന്ന ആദ്യത്തെ കാണ്ഡവും പിന്നെ ഉത്തരകാണ്ഡം എന്ന അവസാനത്തെ കാണ്ഡവും പിന്നീടുള്ള കൂട്ടിച്ചേർക്കലുകളാണ് എന്നാണ് പറയപ്പെടുന്നത്. മഹാഭാരതത്തിന് പിന്നാലെയാണ് ഈ ഗ്രന്ഥം രചിക്കപ്പെട്ടതെന്ന് ചരിത്രകാരന്മാർ വിശ്വസിക്കുന്നു. ഏത് രാമായണം BC 700-ലെ NBPW ഘട്ടത്തിലെ വാസസ്ഥലങ്ങളാണ് അയോധ്യയിൽ നിന്ന് ഉത്ഖനനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലാണ് ഏത് രചിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കുക, രാമായണം രചിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കുക എന്നാണ് ചരിത്രകാരന്മാർ നിരീക്ഷിക്കുന്നത്. ഇനി പുരാണങ്ങളെക്കുറിച്ചാണ്. പുരാണാസ്. റോമില താപ്പറിൻ്റെ അഭിപ്രായത്തിൽ പുരാണങ്ങൾ പിൽക്കാല വിഭാഗീയ സാഹിത്യമാണ്. അതുകൊണ്ട് വേദങ്ങളുടെയും പുരാണങ്ങളുടെയും ഉദ്ദേശം വ്യത്യസ്തമാണ്. പുരാണങ്ങളിൽ ഭൂതകാലത്തെക്കുറിച്ചുള്ള ധാരണയുടെ വിവരണങ്ങളാണ് അടങ്ങിയിരിക്കുന്നത്. പ്രധാന പുരാണങ്ങൾ AD 400 കൂടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, സമാഹരിച്ചു എന്ന് RS ശർമ്മ വാദിക്കുന്നുണ്ട്. 18 മഹാപുരാണങ്ങളും അനേകം ഉപപുരാണങ്ങളും ഉണ്ട്. അപ്പോൾ ഞാൻ വെറുതെ 18 മഹാപുരാണങ്ങളൊന്ന് പറയാൻ കേട്ടോ, ശ്രദ്ധിക്കുക. വിഷ്ണു പുരാണം, നാരദ പുരാണം, ഭാഗവത പുരാണം, ഗരുഡ പുരാണം, പത്മപുരാണം, വരാഹപുരാണം, മത്സ്യപുരാണം, കൂർമ്മ പുരാണം, ലിംഗപുരാണം, ശിവപുരാണം 10 കേട്ടോ. സ്കന്ദപുരാണം, അഗ്നിപുരാണം, ബ്രഹ്മാണ്ഡ പുരാണം, ബ്രാഹ്മണ വായ്വാർത്ത പുരാണം, മാർക്കണ്ഡേയ പുരാണം, ഭവിഷ്യപുരാണം, പിന്നെ വാമന പുരാണം, ബ്രഹ്മപുരാണം. ഇങ്ങനെയാണ് 18 പുരാണങ്ങൾ വരുന്നത്. പറഞ്ഞു എന്നുള്ളൂ, കാണാൻ പഠിക്കാനൊന്നുമില്ല, ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട്. നമ്മളേതായാലും പഠിക്കാമല്ലോ, മലയാളം പഠിക്കുന്നവർക്ക് ഉപകാരപ്പെടുന്നതാണ്. പിന്നെ വൈദിക കോർപ്പസ് വിവിധ നൂറ്റാണ്ടുകളിലൂടെ പരിണമിച്ചതാണെന്നാണ്
ചിന്തിക്കപ്പെടുന്നത് കേട്ടോ. രാഷ്ട്രീയം, സമൂഹം, മതം, സംസ്കാരം എന്നിവയിൽ ഒരു തുടർച്ച അല്ലെങ്കിൽ ഒരു തുടർച്ചയായ മാറ്റങ്ങളുടെ ഒരു ചിത്രം നമുക്ക് ഈ സാഹിത്യകൃതികളെല്ലാം നൽകുന്നുണ്ട്. ഏതെടുത്താലും വേദങ്ങളാണെങ്കിലും പുരാണങ്ങളാണെങ്കിലും ഇതിഹാസങ്ങളാണെങ്കിലും അതിലൊക്കെ നമുക്ക് ഈ പറഞ്ഞ കാലഘട്ടത്തിലെ മത, രാഷ്ട്രീയ, സാമൂഹിക ചിന്താഗതികളുടെ ഒരു മാറ്റം അല്ലെങ്കിൽ അതിൻ്റെ ഒരു വിവരണം വ്യക്തമായിട്ട് നൽകാൻ ഇവയ്ക്ക് കഴിയുന്നുണ്ട്. ഇത്രയാണ് ഈ ഒരു യൂണിറ്റിൽ വരുന്നത്. കുറച്ചധികം ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, താങ്ക്സ്.